നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ മരണപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു ശവക്കുഴി എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും അവസാനമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എത്ര ചാടിയാൽ അവസാനം മരണക്കുഴി വരെ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ എന്നെ നോക്കി നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, നീ എത്ര ഈ ലോകത്ത് ചാടിയാലും നിന്റെ അവസാനം എവിടെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ അവസാനം എന്ന് പറയുന്നത് പ്രത്യാശ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ തീർന്നു എന്ന് പറയുന്നത് ഒരു മരണത്തോടു കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനപ്പുറം ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. എല്ലാ മരണ ശുശ്രൂഷകളും പോകുമ്പോൾ പിന്നെ നമ്മൾ അവസാനം പറയും, കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുത്തു കൊള്ളപ്പെടുമെന്ന് പറയുമെങ്കിൽ പോലും ഈ മരണ അടക്ക ശുശ്രൂഷയിൽ പോകുന്ന പ്രസംഗിക്കുന്ന പാസ്റ്റർമാർക്ക് പോലും അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് പോലും ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി എഴുന്നേക്കും എന്നല്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അവൻ്റെ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി ഒരു നാളിൽ എഴുന്നേറ്റ് വരുമെന്നുമാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ബൈബിൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് ഒരു മരണ വീട്ടിൽ പോകുന്നത് അവന് പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി എന്നെങ്കിലും എഴുന്നേറ്റ് വരുന്നതോ അല്ലെങ്കിൽ നിത്യതയിലെ വെച്ച് കാണാമെന്ന പ്രത്യാശയിലല്ല. ആ ഒരു മരണ വീട്ടിൽ പോവുകയാണെങ്കിൽ കർത്താവ് ചെന്നാൽ ആ മരണ വീട് ആനന്ദ ഭവനമായി മാറും. ദുഃഖഭവനം ആനന്ദ ഭവനമാകും. മരണഭവനം എന്ന് പറയുന്നത് പിന്നെ ജീവനുള്ള ഭവനമായി മാറും. അതാണ് നമ്മുടെ നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മരിച്ചു എന്ന് പറയുന്ന വിഷയങ്ങൾ, നമ്മൾ തീർന്നു എന്ന് പറയുന്ന വിഷയങ്ങൾ, നമ്മൾ ഇല്ല എന്ന് പറയുന്ന വിഷയങ്ങളെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള, പ്രാണനെ വിളിച്ചു വരുത്താൻ ശക്തിയുള്ള, ആത്മാവിനെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള, മരിച്ചവരെ തിരിച്ചു വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള പിന്നെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ എന്ന് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന, അതാണ് അബ്രഹാമിനെ ദൈവം കൊടുത്തത്. തലമുറയില്ലാത്ത അബ്രഹാമിന് ദൈവം തലമുറയെ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രായം ചെന്ന ഒരു മനുഷ്യനും, അത് ദൈവം നമ്മളെ ഒരു അബ്രഹാമിനെ ഒരു എക്സാമ്പിളാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ അബ്രഹാമിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നടന്നത് ബൈബിളിൽ നമുക്ക് കാണിച്ചു തരുന്നത്, ഈ അവസ്ഥയിലായിരുന്നാൽ പോലും അബ്രഹാമിന് ഒരു സന്തതിയെ ദൈവം കൊടുത്തുവെങ്കിൽ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രായമേറിയാൽ പോലും നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് മരണമില്ല. ആ വാഗ്ദത്തം പറഞ്ഞവനും മരണമില്ല, വാഗ്ദത്തങ്ങൾക്കും മരണമില്ല. അത് ചെയ്യാൻ ദൈവം നമ്മൾ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ മരിച്ച ഒരു ഭവനത്തിനകത്ത് ദൈവം ചെന്നാൽ, ദൈവം പോയാൽ എന്ത് സംഭവിക്കും? ലാസർ മരിച്ചവനായിരുന്നു. 4 ദിവസമായി ആ മരണഭവന ദുഃഖഭവനത്തിനകത്ത് യേശുക്രിസ്തു ചെന്നത് എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ പയറും കഞ്ഞിയും കുടിക്കാനല്ല, അവിടെ ആ മരണ വീട്ടിൽ ചെന്ന് അവരെ കൂടെ ചേർന്നിരുന്ന് കരയാനല്ല അവിടെ പോയത്. നമ്മളൊക്കെ ആണെങ്കിൽ ദുഃഖഭവനത്തിൽ പോകുന്ന ആനന്ദ ഭവനത്തിനേക്കാൾ ദുഃഖഭവനത്തിൽ പോകുന്ന നല്ലതെന്ന് പറഞ്ഞ് അവിടെ ചെന്നിരുന്ന് അവരെ ആശ്വസിപ്പിക്കാനേ നമുക്ക് പറ്റൂ. പക്ഷെ യേശു പോയത് ആശ്വസിപ്പിക്കാനല്ല, അവർക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു വിളിച്ചു കൊടുക്കാനാണ്. അത് ഈ ഭൂമിയിൽ, ഈ ലോകത്ത് ക്രിസ്തുവിൽ കൂടി അല്ലാതെ മറ്റൊന്നിലൂടെയും സാധിക്കുകയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ, രക്ഷപ്രാപിപ്പാൻ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമം. ഈ യേശുവിൻ്റെ നാമത്തിന് മാത്രമേ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡികളെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ പിന്നെ അദ്ദേഹത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം നമ്മുടെ കർത്താവ് നയീൻ എന്ന പട്ടണത്തിൽ ചെല്ലുകയാണ്. അവിടെ ഒരു മരണ വീടാണ്, ഒരു ഭവനം, വലിയൊരു ഘോഷയാത്ര വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മരിച്ചവനെ ചുമന്നുകൊണ്ട് ഒരു വലിയ ഘോഷയാത്ര വരികയാണ്. ആ പട്ടണത്തിന്റെ പേര് നയീൻ എന്നാണ്. അതിൻ്റെ അർത്ഥം മനോഹരമെന്നാണ്. നമുക്കറിയാം, പേരുകൾ കൊണ്ടൊന്നും കാര്യമില്ല. മനോഹരൻ എന്ന് പറയുന്ന പേരിട്ടിട്ട് കാര്യമില്ല. അവൻ്റെ കണ്ടു കഴിഞ്ഞാൽ വേറെ വല്ല പേര് വിടാൻ നമുക്ക് തോന്നും. പ്രൈസ് ദി ലോർഡ്.
യഥാർത്ഥത്തിൽ സന്തോഷം എന്ന പേര് നമുക്കറിയാം, യേശുദാസ് എന്ന പേരറിയാം, ഇവരുടെ ഒന്നും പേരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല അവരുടെ സ്വഭാവം. അപ്പം അതുപോലെയാണ് ഈ ദേശത്തിൻ്റെ പേര് നയീൻ എന്നാണ്. പക്ഷെ ആ പട്ടണത്തിൻ്റെ അകത്ത് നടക്കുന്നത് ദുർമരണങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരുവിധം പ്രായമായി വരുമ്പോൾ പുരുഷന്മാരെല്ലാം മരിക്കും. സ്തോത്രം. ഇവിടെ ആ സ്ത്രീയുടെ ഭർത്താവും മരിച്ചു, ശാപം. ആണുങ്ങൾ നഷ്ടപ്പെട്ടു. എത്രയോ ഭവനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചില വീടുകളിലൊക്കെ പിന്നെ ആണുങ്ങൾ വാഴാത്ത കുടുംബം. എനിക്കറിയാം ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭവനം ആണുങ്ങൾ വാഴത്തില്ല. അദ്ദേഹത്തിൻ്റെ അപ്പം മരിച്ചുപോയി, ജ്യേഷ്ഠൻ മരിച്ചുപോയി, ആകെ ഒരു മകനേ ഉള്ളൂ. ഇവരും മരിക്കും. കാരണം കൂടെയുള്ള സഹോദരിമാരും അമ്മയും. ഒരു ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ, ഭവനത്തിൽ ചെന്നപ്പോൾ അവർ പറയുകയാണ്, ആ പയ്യൻ്റെ മരണം അവർ കാത്തു നിൽക്കുകയാണ്. കാരണം വേറെ വഴിയില്ല. മന്ത്രവാദങ്ങൾ ചെയ്തു, പൂജകൾ ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. പക്ഷേ ആ ഓരോ ദിവസം കഴിയുമ്പോൾ അവന് ഹാർട്ട് അറ്റാക്ക് വരുന്നവന്, നെഞ്ചുവേദന വരുന്നവന്, മരണത്തിൻ്റെ മുറവിളി, ഭയങ്കരമായ ഭീതി ആ ഭവനത്തിനുള്ളപ്പോൾ ഞങ്ങൾ യേശു ക്രിസ്തു എന്ന ആ നാമം പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുക. ആ ഭവനത്തിനകത്ത് കാല് ചവിട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവര് ഈ ഭൂമിയിൽ പോകാനുള്ള ഇടമില്ല. കാരണം ആകെ ഒരു മകനേ ഉള്ളൂ. ആദ്യത്തെ മകൻ മരിച്ചു, ഭർത്താവും മരിച്ചു. ആ സ്ത്രീ ഭയങ്കര നിലവിളിക്കുകയാണ്. പെമ്മക്കളുണ്ട്, പക്ഷെ ഒരു ആൺതരി വാഴത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശാപം പിടിച്ച വീട്. അവിടെ 10-23 വയസ്സായി. പക്ഷേ ഇപ്പോഴേ അവന് നെഞ്ചുവേദന എടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന് ഭയമാണ്, ഏത് നിമിഷവും അവൻ മരിക്കാം. പക്ഷേ യേശു ക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം അവൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് അവൻ ആരാണെന്ന് അറിയാമോ? അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ്. അവന് മരിച്ചില്ല, ആ ശാപം പൊട്ടുകയായിരുന്നു അവിടെ. ഹല്ലേലൂയ. ആ മാതാവ് സന്തോഷിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതാണ്, ആന്തരികൾ വാഴാത്ത ഭവനത്തിനകത്ത് ആ മകനെ ഇന്ന് പാസ്റ്ററാക്കി അനേകരെ വിടുവിക്കുന്നവനാക്കി മാറ്റി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ യേശു ക്രിസ്തു അകത്ത് ചെന്നപ്പോൾ, പട്ടണത്തിൽ ചെല്ലുമ്പോൾ, പട്ടണത്തിന്റെ പേര് മനോഹരമെന്നാണ്, സന്തോഷമുള്ള ഒരു പട്ടണം എന്നാണ് ആ പേരെങ്കിലും, ഹല്ലേലൂയ, ആ പട്ടണത്തിനകത്ത് ആന്തരികൾ വാഴാത്ത കുടുംബങ്ങൾ, വിധവകളുടെ കൂട്ടമായ വിധവകൾ ഉണ്ടാകുന്ന, പ്രൈസ് ദി ലോർഡ്, അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെടുന്നു, ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്ന സ്ത്രീകള്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മുറവിളിച്ച ഒരു പയ്യൻ, യൗവനക്കാരൻ മരിച്ചവനെ, ഹല്ലേലൂയ, എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കൂട്ടം പേര് അവനെ ചുമന്നു കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ മനസ്സലിവുള്ള ഒരു ദൈവം. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മനസ്സലിവുള്ള ദൈവം. നമ്മൾ പലപ്പോഴും കർത്താവിനെ അറിയുന്നവരാണ്, ക്രിസ്ത്യാനികളാണ്, പക്ഷേ നമുക്കില്ലാത്തത് എന്താണെന്നറിയാം? മനസ്സലിവില്ല. ഒരു മനസ്സലിവ്. നമ്മുടെ ഫ്രണ്ടിൽ വരുന്നവരെ എന്തും പറയാൻ നമുക്കൊരു മടിയില്ല, അവരെ വേദനിപ്പിക്കാൻ നമുക്കൊരു മടിയില്ല, ആരെയും നമ്മൾ കുറ്റം പറയാൻ നമുക്കൊരു മടിയില്ല. നമ്മുടെ അടുക്കൽ വളരെ വേദനയോടെ തകർന്നു വരുന്ന വ്യക്തികൾ അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ അത് ഏറ്റെടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിനൊരു വിടുതൽ കൊടുക്കണമെങ്കിൽ നമുക്കൊരു മനസ്സലിവുണ്ടായിരിക്കണം. അത് രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഒരു ഫോൺ വരുന്നത്. ഹല്ലേലൂയ. എന്തിനാ വിളിക്കുന്ന? അർദ്ധരാത്രി അവര് തകർന്ന ഒരു മരണത്തിന്റെ ഒരു അനുഭവത്തിൽ ഐസിയിൽ കിടന്ന് വിളിക്കുകയായിരിക്കാം. അപ്പോൾ മനസ്സലിവില്ലാത്തവരെന്ത് ചെയ്യും? തിരിഞ്ഞു മാറിക്കിടക്കും, ആ ഫോൺ എടുക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തുവിനെ പോലെ ഒരു മനസ്സലിവുള്ളവരായി സുവിശേഷ വേലക്കാർ മാറണം, ശുശ്രൂഷകന്മാർ മാറണം, ദൈവമക്കൾ മാറണം. ആ കർത്താവിന്റെ വേല എന്ന് പറയുന്നത് മനസ്സലിവില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ ദൈവവേല എന്ന് പറയുന്നത് മനസ്സലിവുള്ളവരാണ് നമ്മുടെ യേശു. അതുകൊണ്ട് ഈ വിധവയുടെ മാതാവിന്റെ കണ്ണുനീര് കണ്ടപ്പോൾ കൂടെ വന്നവരൊക്കെ മരണ വീടാണെന്ന് പറഞ്ഞാൽ, ഈ മരിച്ചു, ഇനിയിപ്പോ രക്ഷയില്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ഇനി അടുത്തൊരു തലമുറ നിനക്ക് ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുവെങ്കിലും ഇവിടെ യേശു പറയുന്നത്, യേശുവിന്റെ മനസ്സലിവ് അവിടെ വെളിപ്പെട്ടപ്പോൾ മരിച്ചു കിടന്നവൻ ആ മഞ്ചത്തെ ദൈവം ഒന്ന് തൊട്ടു. ഇന്ന് ആത്മാവ് ഞാൻ പറയുകയാണ്, നിന്റെ വിഷയങ്ങളെ തൊടാൻ ശക്തിയുള്ളൊരു ദൈവമുണ്ട്. നീ ചുമന്നുകൊണ്ട് നടക്കുന്ന വിഷയങ്ങളെ, പിന്നെ എത്രയോ വർഷങ്ങളായി, നാളുകളായി അനുഭവിക്കുന്ന ശാപങ്ങളെയും, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന ശാപങ്ങൾ, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന മരണത്തിന്റെ വിഷയങ്ങൾ, അതിന് പ്രത്യാശ നഷ്ടപ്പെട്ട വിഷയങ്ങൾ, തള്ളിക്കളഞ്ഞ വിഷയങ്ങൾ, അതിനെ അടക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ, അത് ശവക്കുഴിക്ക് അകത്ത് കൊണ്ടുപോവുകയാണ്, ഇതോടുകൂടി തീർന്നു എന്ന് പറയുന്ന വിഷയങ്ങളെ ആരെ ഇല്ലാത്തതിൽ നിന്നും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ സാധിക്കുന്ന, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ ശക്തിയുള്ള യേശുവിന്റെ മുമ്പിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ കർത്താവ് മനസ്സലിവോടെ വിഷയത്തെ തൊടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു തൊട്ടാൽ ആ വിഷയം അവിടെ നിൽക്കും. കർത്താവ് പറയാ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ നിന്നെ പിന്തുടരുന്ന ചിലത് ഈ നാളുകളിൽ നിൽക്കാൻ പോവുകയാണ്. പിതാക്കന്മാരിലൂടെ കടന്നു വരുന്ന ചില ശാപങ്ങൾ എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ നിൽക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ മുച്ചൂട് മുടിച്ചു കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില രോഗങ്ങൾ
നിന്നെ കൊന്നുകളയുമെന്ന് പറയുന്ന വിഷയങ്ങൾ, നിന്നെ മരണത്തിലേക്ക് തള്ളിയിടുമെന്ന് പറയുന്ന വിഷയങ്ങൾ കർത്താവ് തൊട്ടാൽ അത് അവിടെ നിൽക്കും. മഞ്ചത്തിൽ തൊട്ടപ്പോൾ മഞ്ചം അവിടെ നിന്നു, മരണം അവിടെ നിന്നു, ജീവൻ അവിടെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വിഷയങ്ങളിൽ ജീവൻ ഈ നാളുകളിൽ വെളിപ്പെടട്ടെ. എന്നാൽ ഇന്ന് രാത്രികാലം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു കാര്യമാണ്, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ കർത്താവ് ഇന്ന് മുതൽ കൂടുതലായിട്ട് എൻ്റെ അകത്ത് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മരിച്ച മനുഷ്യന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ലാസർ മരിച്ചു, എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ നയിൽ നിന്ന പട്ടണത്തിനകത്ത് വിധവയുടെ മകൻ മരിച്ചു, അവനെ ദൈവം തൊട്ടു. എന്നാൽ അതിനേക്കാൾ വരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരെ നമുക്ക് കാണുവാൻ സാധിക്കും. മനസ്സ് മടിച്ചവർ, മനസ്സ് തകർന്നവർ, ഹൃദയം തകർന്നവർ, മനസ്സുകൊണ്ട് മരവിച്ചു പോയവർ, ജീവിതത്തിലെ കഠിനമായ ശോധനകളുടെ നടുവിൽ എത്ര അധ്വാനിച്ചാലും ഒരു നന്മ പ്രാപിക്കാൻ പറ്റാതെ കടത്തിന്റെ മേൽ കടം കയറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രത്യാശ നഷ്ടപ്പെട്ടവർ, വീടില്ലാത്തവർ, ഹല്ലേലൂയ, അവർ സ്വയം പറയുന്നു, എൻ്റെ ജീവിതകാലത്ത് ഒരു നല്ല വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റുമോ, ഒരു സ്വന്തമായ ഒരു ഭവനം എനിക്ക് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ചില വ്യക്തികൾ കുടുംബജീവിതത്തിനകത്ത് വേദന അനുഭവിക്കുന്നവർ. ചിലർ വിവാഹം കഴിഞ്ഞു, പക്ഷേ ഭർത്താവിന്റെ മദ്യപാനം മുഖാന്തരം, പ്രൈസ് ദി ലോർഡ്, അവന്റെ കുടുംബം നോക്കാത്ത ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ഭാര്യയോടും മക്കളോടും സ്നേഹമില്ലാത്തത്, കരുതാത്ത ചിലരോട് ജീവിച്ച് കെട്ടിപ്പോയി, മക്കൾ ഉണ്ടായിപ്പോയി എന്നതുകൊണ്ട് ജീവിക്കുന്ന ചില സഹോദരിമാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരിങ്ങനെ പറയും, അവർ മരിച്ചതിന് തുല്യം ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ മരിച്ചതിന് തുല്യമാണ് അവർ ജീവിക്കുന്നത്. അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന, നിന്നെ കർത്താവിന്റെ വചനം നമുക്ക് വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 37:13 വാക്യം വായിക്കാം. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ശവക്കുഴിക്കകത്ത് കിടക്കുക. എന്താണ് ഈ ശവക്കുഴി? അനേകരുടെ ജീവിതം അങ്ങനെയാണ്. ഒരു ആരാധനയ്ക്ക് സഭയിൽ വന്നാൽ പോലും, ചർച്ചിൽ ആരാധന നടക്കുമ്പോഴും അവരുടെ മനസ്സ് ഈ സഭയ്ക്കകത്തല്ല, ആരാധനയല്ല. കാരണം അവരുടെ ഹൃദയം ഒരു ശവക്കുഴി പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് ആത്മീകന്റെയും പുതിയ മനുഷ്യനായി ദൈവം രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇന്ന് അനേകരുടെ ഹൃദയങ്ങൾ ശവക്കുഴിക്ക് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ശവക്കുഴിയെ കാണിക്കുന്ന അസ്ഥികൂടമാണ്. അവിടെ മജ്ജയില്ല, മാംസമില്ല, ഞരമ്പില്ല, അവിടെ മനസാക്ഷിയില്ല, അവിടെ മരവിച്ച മനസ്സുകളാണ്, അവിടെ അസ്ഥികൂടങ്ങളാണ്. ജീവിതം നഷ്ടപ്പെട്ട അനുഭവം, പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവം, വിശ്വാസം നഷ്ടപ്പെട്ട അനുഭവം. അവർ യാന്ത്രികമായി ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരേ ഭവനത്തിനകത്ത് 10-25 വർഷം ഭാര്യയും ഭർത്താവും എന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമെന്ന് കരുതി. എന്നാൽ 25 വർഷമായിട്ട് ഞാനൊരു ഭവനത്തിൽ പോയപ്പോൾ, 25 വർഷമായി ഒരേ വീട്ടിൽ, മക്കൾക്കറിയില്ല, നാട്ടുകാർക്കറിയത്തില്ല, ബന്ധുക്കാർക്കറിയത്തില്ല. പക്ഷെ 25 വർഷമായി ആ സ്ത്രീയും പുരുഷനും, ഭാര്യയും ഭർത്താവും ഒരേ കൂരയ്ക്ക് കീഴെ, ഒരേ ബെഡ്റൂമിനകത്ത് രണ്ടായി ജീവിക്കുകയാണ്. ഒരേ ഭവനത്തിനകത്ത് രണ്ട് വ്യക്തികളായി ജീവിക്കുകയാണ്. എന്നാൽ വെളിയിൽ ആർക്കും അറിയത്തില്ല. കാരണം അവരുടെ രണ്ടുപേരുടെ ലൈഫ് എന്നേക്കുമായി 25 വർഷമായി മരിച്ച് സ്നേഹം നഷ്ടപ്പെട്ട് വെറുപ്പ് കൊണ്ട് മൂടി, അവരെ പരസ്പരം സ്നേഹിക്കാൻ പറ്റാതെ, അംഗീകരിക്കാൻ പറ്റാതെ, അവരുടെ തെറ്റുകളെ ക്ഷമിക്കാൻ പറ്റാതെ, കഠിനമായ വെറുപ്പ് കൊണ്ട്, എന്നാൽ പുറമേ ഉള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ജീവിതങ്ങൾ ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ള എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ജീവിതങ്ങൾ തകർന്ന ജീവിതങ്ങളാണ്. അവർ ശവക്കുഴികൾ പോലെയാണ് അവരുടെ ലൈഫ്. അവര് അസംതൃപ്തരാണ്, അവർ സമാധാനമില്ലാത്തവരാണ്, അവരൊരു വീട്ടിനകത്ത് ജീവിക്കുന്നു. പക്ഷേ അവരുടെ ഹൃദയം എന്ന് പറയുന്നത് തകർന്ന് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തൃപ്തിയില്ലാത്ത ഹൃദയങ്ങൾ. അപ്പൊ നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ഉം 15-ഉം വാക്യം നമുക്ക് വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക. എല്ലാവരോടും സമാധാനം പ്രാപിക്കണം. ഒരു ദൈവമക്കളായ നമ്മളുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, സകല മനുഷ്യരോടും, തന്റെ ഭവനത്തിനകത്ത് സഹോദരനെ നിസ്സാര എന്ന് പറയുന്നവൻ അഗ്നി നരകത്തിന് യോഗ്യൻ. ഹല്ലേലൂയ, സ്തോത്രം.
അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ സ്വന്തം സഹോദരങ്ങളോട് ഒരു വിഷയമുണ്ടായാൽ അത് ക്ഷമിക്കാൻ, പൊറുക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ കാണിച്ചു തന്നതാണ് ആ സമാധാനത്തിന്റെ മാർഗം. തന്നെ ഉപദ്രവിച്ചവരെയും കൊല്ലാമെന്നവരെയും അടിച്ചവരെയും തന്നെ കുന്നം കൊണ്ട് കൊത്തിയവരോടുമൊക്കെ സമാധാനാകാംക്ഷിയായ യേശുക്രിസ്തു അവരോട് ക്ഷമിക്കാനിടയായി. പിന്നെ വായിച്ചോ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എങ്ങനെയൊക്കെയോ ആലയത്തിലൊക്കെ വരുന്നു, ആരുടെയൊക്കെ നിർബന്ധപ്രകാരം വരുന്നു. അമ്മയും നിർബന്ധിച്ച് വരുന്നവരുണ്ട്, ഭാര്യ നിർബന്ധിച്ച് വരുന്നവരുണ്ട്, ഭർത്താവ് നിർബന്ധിച്ച് വരുന്നവരുണ്ട്. പ്രൈസ് അറുക്കാൻ പോകുന്ന പിന്നെ ആടുകളെ പോലെയാണ് ചിലർ വരുന്നത്. പ്രൈസറോ, ഞാൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞതുകൊണ്ട് ആലയത്തിൽ വരുന്നവരുണ്ട്. അവരുടെ വരവ് കണ്ട് നമ്മൾ ഈ ഭാഷന്മാരുടെ മുമ്പിൽ പിന്നെ കൊണ്ടുവരുന്നത് കൊല്ലാൻ കൊണ്ടുവരുന്നത് പോലെ, മരിക്കാൻ വരുന്നത് പോലെ വരുന്നവരുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരുമ്പോൾ ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരാധിച്ചില്ലെങ്കിൽ നമ്മൾ ജയിലിൽ പിടിച്ചിടുമെന്നുള്ള പേടി കൊണ്ട് ആരാധിക്കുന്നത് പോലെ ആരാധിക്കുന്നവരുണ്ട്. പ്രൈസ് ലോർഡ്. അവരിയ്ക്കുമ്പോൾ കയ്പ് കാടി കുടിച്ചതുപോലെ മുഖം വീർപ്പിച്ചിരിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട് ആലയത്തിനകത്ത് വരുമ്പോൾ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അവര് ചർച്ചിനകത്ത് തന്നെ ഒരേ സഹോദരങ്ങളെന്ന് പറയുന്നവർ ഒരാളിനോട് മിണ്ടാൻ കഷായം കുടിച്ച മുഖം പോലെ ഒരാളിനെ കാണുമ്പോൾ ആ വ്യക്തികളോട് മിണ്ടാൻ സാധിക്കുന്നില്ല. കഷായം കുടിച്ചതുപോലെ ആൾക്കാരെ കാണുമ്പോൾ അതുപോലെ അവരുടെ മുഖം മാറുകയാണ്. ഒരുപക്ഷെ പാസ്റ്റർമാര് വിളിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കയ്പ് നിമിത്തം അവര് ഫോൺ എടുക്കാത്തവരുണ്ട്. ഫോൺ എടുത്താൽ തന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരുണ്ട്, കുത്തുവാക്ക് പറയുന്നവരുണ്ട്. പ്രാർത്ഥിക്കാൻ കയറിയാൽ കുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രസംഗിക്കാൻ കയറിയാൽ കുത്തി പ്രസംഗിക്കുന്നവരുണ്ട്. അങ്ങനെ അനേകർ അവരുടെ ഹൃദയങ്ങളിൽ ഈ ശുദ്ധീകരണം പ്രാപിക്കാതെ നമ്മൾ ഒരിക്കലും ദൈവത്തെ കാണുകയില്ല എന്ന് വചനം പറയുന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ ആരാധനകൾ എന്തിനാണ്? നമ്മുടെ ആലയങ്ങൾ എന്തിനാണ്? നമ്മൾ എന്തിനാണ് ഈ പ്രാർത്ഥനകൾ? എന്തിനാണ് ഈ പ്രസംഗങ്ങൾ? എന്തിനാണ്? മാറ്റം വരാനാണ്, മാനസാന്തരപ്പെടാനാണ്, രൂപാന്തരപ്പെടാനാണ്, ശുദ്ധീകരണം പ്രാപിക്കാനാണ്. ജാതികളെക്കാളും അധികമായി വിഷവിത്തുകളായി മൂർഖം പാമ്പിനെ പോലെ, എട്ടടി വീരനെ പോലെ നടക്കുന്ന ആൾക്കാരുണ്ട്. എട്ടടി വീരന്റെ പ്രത്യേകത എന്താണ്? ഒരിക്കല് കൊത്തിക്കഴിഞ്ഞാൽ 16ന്റെ അന്ന് അവന്റെ കട്ടപ്പോക കണ്ടിട്ടേ ഈ പാമ്പ് അവിടെ നിന്ന് പോകും. അതുപോലെയാണ് മൂർഖം പാമ്പിനെ പോലെ, എട്ടടി വീരന്മാരെ പോലെ ഉള്ളിൽ വിഷം. നമ്മുടെ ഈ ഭാഗം ഒന്ന് ശരിയാകണം, ഹൃദയം ശരിയാകണം. നമ്മുടെ ഹൃദയത്തിനകത്ത് വിഷമിരിക്കുകയാണ്. അവിടെ ശുദ്ധീകരണം ഉണ്ടായാലേ നമുക്ക് യേശുവിനെ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ സമാധാനം ഉണ്ടായാലേ നമുക്ക് യേശുവിനെ കാണാൻ പറ്റൂ. തേളിന്റെ വാലിനകത്ത് ഈ പിന്നെ ഒരു വിഷം വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ വിഷം കൊണ്ട് നടക്കുന്നവരായി മനുഷ്യർ മാറിയിരിക്കുകയാണ്. അവരുടെയും പേര് ക്രിസ്ത്യാനി എന്നാണ്, ദൈവമക്കളെന്നാണ് അവരെ വിളിക്കുന്നത്. ദൈവത്തിന്റെ മക്കളെന്ന് അവർ പറയുന്നുണ്ട്. അവർ ബൈബിൾ എടുക്കുന്നവരാണ്, അവർ ആലയത്തിൽ വരുന്നവരാണ്, സഭാരാധനകൾ വിശുദ്ധാരെ പങ്കെടുക്കുന്നവരാണ്. പക്ഷേ വചനം കേൾക്കുമ്പോൾ അവർ ഇത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. അല്ലോ, എനിക്കുള്ളത് ഞാൻ പെർഫെക്റ്റ് എന്നാ പറയുന്നത്. ഞാൻ യേശുവിനേക്കാൾ പെർഫെക്റ്റ് ആയിരിക്കുന്നവനാണ് എന്ന ചിന്തയോടായിരിക്കുന്നത്. കർത്താവേ, ഈ വചനം, തിരുവചനം അത് എന്നോടാണല്ലോ. ഈ പറയുന്ന പ്രസംഗിക്കുന്ന പാസ്റ്റർ, ഈ വ്യക്തി എന്നെ മനഃപൂർവ്വം വെട്ടേം കുത്തേം ചെയ്യുന്നതാണോ എന്ന് പലരും ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, ഒരു സഭ എന്ന് പറഞ്ഞാൽ ആ ചർച്ച് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കോളേജാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ മെഡിക്കൽ കോളേജിനകത്ത് നമ്മൾ എന്തിനാ ആശുപത്രി പോകുന്നത്? ആശുപത്രി പോകുമ്പോൾ ഇഞ്ചക്ഷൻ പേടിയുള്ളവരുണ്ട്. ഇഞ്ചക്ഷന് സിറിഞ്ചും കൊണ്ടുവരുന്ന നേഴ്സിനെ കണ്ട് ഓടുന്നവരും ബോധം കെടുന്നവരും ഉണ്ട്. പക്ഷെ എന്തിനാ നേഴ്സ് ഈ സിറിഞ്ച് കൊണ്ടുവരുന്നത്? അവന്റെ തക്ക ചെറിയൊരു വേദന ഉണ്ടെങ്കിലും പിന്നത്തേതിൽ അവൻ സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ പോകാൻ. പഴുത്തളിഞ്ഞിരിക്കുന്ന മുറിവ് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നേഴ്സന്മാരോ ഡോക്ടർമാരോ വന്നിട്ട് പഴുപ്പിനോടോ ഈ അഴിഞ്ഞിരിക്കുന്ന മുറിവിനോട് മാറി നിന്നിട്ടല്ല പറയുന്നത് ഇതൊക്കെ അങ്ങ് സൗഖ്യമാകാൻ. അവര് ദിവ്യന്മാരല്ല. അവരെന്താ ചെയ്യുന്നത്? അതിനെ ഞെക്കിപ്പിഴുകയാണ്. അതിനകത്ത് കിടക്കുന്ന പഴുപ്പും ഇതിനെല്ലാം പ്രസ് ചെയ്യുമ്പോൾ, ഞെക്കുമ്പോൾ അതെല്ലാം പുറത്ത്. അപ്പോൾ ഭയങ്കര വേദനയാണ്. പക്ഷേ അതവിടെ ഇരുന്നാൽ ആ കാല് മുറിച്ചു കളയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവർ ഞെക്കി പിഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെ പുറത്താക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യുക? അവിടെ മെഡിസിൻ ഒഴിക്കുക, മരുന്ന് തളിക്കുകയാണ്. ഇതിന്റെ ഇതെല്ലാം പോകാൻ, കൃമികളെല്ലാം പോകുവാൻ, അതിന്റെ ബാക്ടീരിയ ഇതെല്ലാം നശിക്കാൻ, ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി. പക്ഷെ അപ്പോഴും ഭയങ്കര പെയിൻ ഉണ്ടാകും. ആ പെയിന് പിന്നത്തേതിൽ വലിയ സന്തോഷമായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, തുറന്ന ശാസന ദൈവത്തിന്റെ സഭയിൽ നമുക്ക് ലഭിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആ ദൈവവചനം എന്ന് പറയുന്ന ഇരുവായ്ത്തരയുള്ള വാള് കൊണ്ട് ബാലശിക്ഷ നമ്മൾ കഴിക്കുന്ന ദൈവം
നമുക്കായി ആ ബാലശിക്ഷകളെ കഴിക്കുമ്പോൾ നമ്മുടെ ആകാത്ത കൊമ്പുകളെയും വേരുകളെയും യേശുക്രിസ്തുവിന്റെ ദൈവവചനത്തിലൂടെ വെട്ടിമാറ്റുമ്പോൾ ശവക്കുഴി പോലെ കിടക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതങ്ങൾ, മരിച്ചും മരവിച്ചും കിടക്കുന്ന നമ്മുടെ വിഷയങ്ങൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും മാറാത്ത വിഷയങ്ങളിൽ ഒരു വിടുതലുണ്ടാകണമെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഇന്ന് പകൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണം. ഇന്ന് നമ്മൾ സമാധാനകാംക്ഷികളായി മാറണം. അടുത്ത വചനം വായിക്കുക. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുമുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനും. എന്തുകൊണ്ടാണ് ദുർനടപ്പുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മലിനപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് കൃപയിൽ നിന്ന് വീണു പോകുന്നത്? കയ്പിന്റെ വേര് നമ്മുടെ അകത്ത് മുളയ്ക്കുകയാണ്. പകയുടെയും വിരോധത്തിന്റെയും മത്സരത്തിന്റെയും ആവിചാരത്തിന്റെയും നുണയുടെയും പരദൂഷണത്തിന്റെയും അപവാദത്തിന്റെയും ഹൃദയത്തിനകത്ത് വിഷം വെച്ച് പെരുമാറുന്ന കയ്പിന്റെ പേര്. ഒരിക്കൽ ഒരു മനുഷ്യനോട്, വ്യക്തികളോട് നമുക്ക് കയ്പ് തോന്നിയാൽ നമ്മൾ ആ മനുഷ്യരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവരെ നമ്മൾ സ്നേഹിക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ കയ്പ് അകത്തിട്ട് അതൊരു വേരാവും. ഈ ചില വൃക്ഷങ്ങളുണ്ട്, ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ വൃക്ഷങ്ങളും നിൽക്കുന്നത് അതിന്റെ വേരിന്റെ ശക്തിയിലാണ്. ചില വൃക്ഷങ്ങൾ, ആൽമരം എന്ന് പറയുന്നത് എന്താണ്? ഒരു വീട്ടിന്റെ ഒരു പരിസരത്ത് ആല് കണ്ടാൽ അതിന് നമ്മൾ പറിച്ചു കളയണം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ആല് അവിടെ ഇരുന്ന് വളരും. കുറച്ചു നാൾ കഴിയുമ്പോൾ ആ വീടിന്റെ അടിസ്ഥാനം വരെ അത് ഇളക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ വീടിന്റെ പരിസരത്ത് കൊണ്ടുവന്ന ഒരു ആലാരും നടത്തില്ല. കാരണം വീടിന്റെ പരിസരം, ഇതിന്റെ ആലിന്റെ വേര് പോകുന്നത് ആഴത്തിൽ പോവുകയാണ്. അത് കാണാൻ വെളിയിൽ മനോഹരമാണ്, തണൽ വൃക്ഷമാണ്. അത് നടേണ്ടത് ഇടമുണ്ട്, സ്ഥലമുണ്ട്. പക്ഷെ വീടിനകത്ത് കൊണ്ട് 4 നടാൻ പറ്റത്തില്ല. കാരണം അതിന്റെ വേര് അത് അടിസ്ഥാനങ്ങളെ ഇളക്കുന്നതാണ്. അത് ഭൂമിയുടെ ആഴങ്ങളിൽ പോകുന്നത് പോലെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെയാണ് ഒരു മനുഷ്യന്റെ അകത്ത് ആരോടെങ്കിലും പകയോ വിരോധമോ വൈരാഗ്യമോ, അത് ഭർത്താവിനോടാകാം. ചില സ്ത്രീകൾക്ക് ഭർത്താവിനോട് ഒരു വിരോധം തോന്നിയാൽ മരണം വരെ ആ വിരോധം വെച്ചുകൊണ്ടിരിക്കും. പക, വിരോധം, വൈരാഗ്യം. ഹല്ലേലൂയ. ചില വ്യക്തികൾക്ക് അവരുടെ മക്കളോട്, ചിലരെ കണ്ടിട്ടുണ്ട്, അവരുടെ മക്കളോടുള്ള വെറുപ്പ്. ചിലർക്ക് അപ്പനും അമ്മയോടും കുഞ്ഞുനാളിൽ അവരെ വെറുത്ത അപ്പനും അമ്മയോടുള്ള വെറുപ്പ്, അത് മരണം വരെ അപ്പനും അമ്മയോട് അത് കാണിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ തുടങ്ങി മാനുഷിക ബന്ധങ്ങളെല്ലാം ഈ കയ്പിന്റെ വേര് മുളച്ചിട്ട് പല ബന്ധങ്ങളും ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. അപ്പനെ സ്നേഹിക്കാത്ത മക്കൾ. ഇപ്പൊ നമുക്കറിയാം, അമ്മയെ ക്രൂരമായി അടിച്ചു കൊന്ന ഒരു മകള്, സ്വന്തം മകളെ നല്ല രീതിയിൽ വളർത്തിയതാ. പത്രത്തിൽ നമ്മൾ എന്താ വായിച്ചത്? ഒരു മകള് സ്വന്തം അമ്മയെ അടിച്ചു കൊന്നു, തലയ്ക്ക് അടിച്ചു കൊന്നു. അപ്പനെ കൊല്ലുന്ന മക്കൾ, അമ്മയെ കൊല്ലുന്ന മക്കൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വന്തം മക്കളെ കൊല്ലുന്ന അപ്പനമ്മമാർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൂട്ടുകാരന്മാരെ ക്രൂരമായി കൊല്ലുന്നവർ. പക, കയ്പിന്റെ വേര്. വർഷങ്ങള്, കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിന്ന് എത്രയോ വർഷത്തിന് മുമ്പ് നടന്ന ഒരു വിഷയം ഹൃദയത്തിനകത്തിട്ട് പക കൂടി അവസാനം ആ വ്യക്തികളെ അവര് പാര കൊണ്ട് അടിച്ചു കൊല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ കൊലപാതകം എന്ന് പറയുന്ന അസൂയയിൽ നിന്നുണ്ടാകുന്നതാണ്, മത്സരത്തിൽ നിന്നുണ്ടാകുന്നതാണ്, വെറുപ്പിൽ നിന്നുണ്ടാകുന്നതാണ് കൊലപാതകം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കയ്പുണ്ടായാൽ അത് അവസാനം കൊലപാതകത്തിനകത്ത് വരെ ചെന്ന് ഭവിക്കാം. അസൂയയിലൂടെ പിന്നെ അസൂയ ഉണ്ടായി, മത്സരമുണ്ടായി, സംശയമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എത്രയോ പേര് ബിസിനസ് ചെയ്തിട്ട് അവര് തന്നെ സ്വന്തം പങ്കാളി പറ്റിച്ചു എന്ന് പറഞ്ഞ സംശയം കൊണ്ട് അവരെ കൊല്ലുന്ന എത്രയോ പേരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ, ദൈവത്തിന്റെ വചനം നമ്മൾ പറയുന്നത്, കയ്പിന്റെ വേര് മുളയ്ക്കരുത് നമ്മുടെ അകത്ത്. ആ വേരുകളാണ് നമ്മൾ ആരാധനകൾ, ഉപരിവിപ്ലവമായി കുറെ പ്രവചന ദൂതുകളൊക്കെ നമ്മൾ കേട്ട് കൈയടിച്ചിട്ട് പോകുന്നെങ്കിലും എന്തുകൊണ്ട് അത് ആ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്നില്ല, ദൂതുകൾ നിറവേറുന്നില്ല? അതിന് കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് കയ്പിരിക്കുകയാണ്. പ്രൈസ്, ഭയങ്കരമായ കയ്പ്, വേദനകൾ, ഭയങ്കര വേദനകൾ ആരോടും പറയുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഒരു കയ്പുണ്ടെങ്കിൽ അത് ആ വിവരമുള്ള ആത്മീകരായ നമ്മളെക്കാൾ മുതിർന്ന നല്ല ആലോചന പറയുന്ന അഭിഷിക്തന്മാരുടെ മുമ്പിൽ ചെന്നിരുന്ന് അത് തുറന്നു പറയുക. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അത് നമ്മളെ മനസ്സിലാക്കുന്ന മറ്റൊരു വ്യക്തിയോട് നമ്മുടെ ഉള്ളിലുള്ള സംഘർഷങ്ങളും സംശയങ്ങളും വിചാരങ്ങളും ആകുലതകളും നമ്മൾ തുറന്നു പറയാനിടയാകണം. ചിലരത് തുറന്നു പറയാതെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്ന്, അതാണ് ആരോഗ്യം ഉണ്ടായിരിക്കും, ജിമ്മിൽ പോകും, എല്ലാം പോകും, നല്ല മസിലൊക്കെ, പക്ഷേ അകത്ത് ഈ സംഘർഷങ്ങളൊക്കെ കാണും. ടെൻഷൻ, വറി, സ്ട്രെസ്സുകൾ, പലരോടുമുള്ള പക, വിരോധം, വൈരാഗ്യം. ഇവർക്ക് ഈ സ്ട്രെസ് താങ്ങാൻ പറ്റാതെ വിഷാദ രോഗികളായി മാറുന്നു.
പ്രൈസ് ദി ലോർഡ്. അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവര് നിൽക്കുന്ന ഒരു പിന്നെ പ്രൊഫഷനില്, നമ്മൾ നിൽക്കുന്ന ചില പ്രൊഫഷനുകളിൽ നമുക്ക് വിചാരിക്കുന്നത് പോലെ ഉയരാൻ പറ്റാതാകുമ്പോൾ ഏത് മനുഷ്യനും അകത്ത് സംഘർഷം ഉണ്ടാകും, വേദന ഉണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും, ദേഷ്യം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോഴൊക്കെ നമ്മളതിനെ തുറന്നു പറയാനിടയാകണം. അതിന് പറ്റിയ ആൾക്കാരുടെ അടുക്കൽ നമ്മൾ പോകണം. അതാണ് കൗൺസിലിങ്ങുകൾക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത്. പക്ഷെ ചില വ്യക്തികൾ അത് ചെയ്യത്തില്ല. അവരാരോടും ഒന്നും പറയാതെ, തുറന്നു പറയാതെ ഉള്ളിൽ ഒതുക്കും. അവർ പറയാൻ നല്ലതാണ്, പക്ഷേ ഉള്ളിൽ ഒതുക്കുന്നത് തെറ്റാണ്. ആ ഉള്ളിൽ ഒതുക്കുന്ന വിഷയങ്ങളാണ് കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. കയ്പിന്റെ വേരുകൾ മുളയ്ക്കാൻ ദൈവമക്കളെ അനുവദിക്കരുത്. ആ കയ്പിന്റെ വേര് മുളയ്ക്കുമ്പോൾ നമ്മൾ മലിനപ്പെടാനിടയാകും. ഞാൻ പറയട്ടെ, അനേക കൊച്ചു പിള്ളേര് കുഞ്ഞുനാളിലെ അവരുടെ അപ്പനമ്മമാരിൽ നിന്ന് സ്നേഹം കിട്ടാതാകുമ്പോൾ അവരുടെ ഉള്ളിൽ അപ്പനും അമ്മയോടുള്ള കയ്പിന്റെ വേരുകൾ മുളയ്ക്കും. പിന്നത്തേതിൽ നമുക്ക് കാണാം അവർ പിന്നെ ആ റിലേഷൻഷിപ്പിനകത്ത് പെട്ടുപോകുന്നു. അവര് പിന്നീട് നമ്മൾ കൗൺസിലിംഗ് പറയും, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചില്ല, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചില്ല. ഈ പിള്ളേരെ ആരെങ്കിലും വന്ന് ചിരിച്ചു കാണിച്ച് അവരെ കൂടെ പോകും. എന്താ പിന്നെ അവർ വ്യഭിചാരങ്ങൾ ചെയ്യാൻ പോകുന്നു, അവർ മദ്യപിക്കുന്നു, അവർ സിഗരറ്റ് വലിക്കുന്നു. കാരണം എന്താ? പിന്നത്തേതിൽ യൗവനക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ അവർ പറയും, എൻ്റെ വീട്ടിൽ എന്നെക്കാളും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അനിയനെ സ്നേഹിച്ചു, സഹോദരിയെ സ്നേഹിച്ചു, സഹോദരനെ സ്നേഹിച്ചെന്നൊക്കെ പറയും. അപ്പോൾ ആ റിജക്ഷൻ വന്നത്, റൂട്ട് കിടക്കുന്നത് പിന്നെ ഏറ്റവും താഴെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. എൻ്റെ വീടിൻ്റെ പിന്നെ നമ്മുടെ വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് അവനെ ഞാൻ ആത്മാർത്ഥ സുഹൃത്തിനെ വിളിച്ചിട്ട് ആ പയ്യൻ വന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പല സ്ഥലങ്ങളിൽ ഞാൻ നോക്കിയപ്പോൾ 10 ആള് കൂടുന്നിടത്ത് പോകാൻ അവൻ്റെ നാണക്കേടാണ്, അവൻ വരത്തില്ല, ഒഴിഞ്ഞു മാറും എന്ന്. അതിനെ ഓർത്ത് ഞങ്ങൾ വഴക്ക് പറഞ്ഞു. അവനോട് ഞാൻ കയർത്തു, വഴക്ക്. എന്തുകൊണ്ട് ഇത്രയും ആത്മാർത്ഥമായി സുഹൃത്തായിട്ട് നീ എന്തുകൊണ്ട് വന്നില്ല? പിന്നത്തേതിൽ അവനോട് സംസാരിച്ചവൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ അന്ന് അവിടെ വരാത്തത്? കുഞ്ഞുനാളിലെ എൻ്റെ അമ്മ എവിടെയെങ്കിലും പോയി 10 പേരോടൊക്കെ ഇടപെട്ട് സംസാരിച്ചിട്ട് വരുമ്പോൾ എന്നെ ക്രൂരമായി അടിക്കുമായിരുന്നു. ആരോടും അടുത്ത് ഉള്ള പിള്ളേരോട് ഞാൻ പിന്നെ ഇടപെടാൻ അനുവദിക്കത്തില്ല, അവിടെ പോകാൻ ഒരിടത്ത് പോകാൻ അനുവദിക്കത്തില്ല. ഒരു ഭയങ്കര കൺട്രോളിങ് സ്പിരിറ്റ്, ഭയങ്കര കൺട്രോൾ ചെയ്ത് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ അനുവദിക്കാതെ, കളിക്കാൻ വിടാതെ, ആരോട് സംസാരിക്കാൻ വിടാതെ, എല്ലാത്തിനും എപ്പോഴും കൺട്രോൾ ചെയ്ത് അവന് ആരോടും മിണ്ടാത്തവനായി മാറി, ആരോടും ഒരു വക പറയാത്തവനായി മാറി. ഏതെങ്കിലും 10 പബ്ലിക്കിൽ ചെന്നാൽ അവൻ മിണ്ടാട്ടമില്ല. കാരണം അവന് കുഞ്ഞുനാളിൽ ഒതുക്കപ്പെട്ടു, പബ്ലിക്കിൽ അവനെ അപമാനിച്ചു, ഉപദ്രവിച്ചു. അതവന്റെ ഉള്ളിൽ കയ്പായി, അവനെ വേദന. അവൻ പിന്നെ ഒരു 10 പേര് കൂടുന്നിടത്ത് അവൻ ഒളിച്ചു മാറി നിൽക്കും. അവിടെ പരമാവധി അവനൊരു കല്യാണത്തിന് പോകത്തില്ല, ഒരു 10 പേര് കൂടുന്നിടത്ത് അവൻ പോകത്തില്ല. കാരണം കുഞ്ഞുനാളിൽ അവന്റെ ഹൃദയത്തിനേറ്റ മുറിവുകളാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, അവള് ലവ് അഫെയറിൽ വഴി 15 വയസ്സായേ ഉള്ളൂ. ഹല്ലേലൂയ. അവള് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ഒരു പയ്യന്റെ പിറകെ ഇങ്ങനെ നടക്കുകയാണ്. അവൻ പറയുന്നത് ഞാനല്ല വിളിക്കുന്നത്, അവളാ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അവൻ വിളിക്കുന്നത്? അവളെ കൗൺസിൽ ചെയ്തപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല, എൻ്റെ അമ്മച്ചിക്ക് എന്നെ ഇഷ്ടമില്ല, പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പൻ എന്നെ ഇഷ്ടമില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പെൺകുട്ടി അതാ മറ്റൊരു ചെറിയ പ്രായത്തിലുള്ള ഈ പെൺകുട്ടി മറ്റൊരു പയ്യനുമായിട്ട് സ്നേഹത്തിലാവുകയാണ്. എത്ര പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പലരും നമുക്ക് ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നവരോട് ഒളിച്ചോടുന്നു. പിന്നീട് നമുക്കറിയാം അവരുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, അവരൊന്നും ഓർക്കുന്നില്ല. കാരണം ഉള്ളിൽ കിടക്കുന്ന കയ്പ് പിന്നത്തേതിൽ അവരെ മലിനമാക്കുകയാണ്, വ്യഭിചാരം ചെയ്യിപ്പിക്കുകയാണ്. എത്ര അപ്പനമ്മമാര് 100-150 ഭവനൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ ഈ പെൺകുട്ടികൾ അവരോടൊന്നും ഒരു വാക്ക് പറയാതെ അവര് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. അതിന്റെയൊക്കെ പുറകിൽ ഉപ്പന്റെ അമ്മയുടെയൊക്കെ ക്രൂരമായ കുഞ്ഞുനാളിലുള്ള ആ സ്നേഹം കൊടുക്കാത്തത് കൊണ്ട്, അംഗീകാരം കൊടുക്കാത്തത് കൊണ്ട്, മാന്യത കൊടുക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവരിങ്ങനെ ആയി പോവുകയാണ്. എല്ലാവരും നമ്മൾ ചെറുപ്പക്കാരെ കാണുമ്പോൾ അറിയാം, അവർ ശമ്പ് വെച്ച് കൊണ്ടിരിക്കുന്നു, അവർ സിഗരറ്റ് വലിക്കുന്നു, അവര് മ്ലേച്ഛമായ പല പരിപാടികൾക്കും കൂട്ടുകൾ കൂടി അവര് കൺട്രോൾ ഇല്ലാതെ ലഹരി മരുന്നിനൊക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും, അവരെ അടിക്കണമെന്ന് ഉപദ്രവിക്കും എന്നൊക്കെ പറയും. അവരെ കൊണ്ടുണ്ടെന്ന് സൈക്യാട്രിസ്റ്റിന്റെ അവിടെ പോകും. പക്ഷേ എവിടെയാണ് പ്രശ്നം? നമ്മുടെ സ്വന്തം ഭവനത്തിനകത്ത് നിന്ന് തന്നെയാണ് സകല വിഷയങ്ങളും നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില അപ്പരമ്മമാര് ഭാഷന്മാരെ കുറ്റം പറയുന്നവരുണ്ട്, പ്രൈസ് ദി ലോർഡ്. സഭയെ കുറ്റം പറയുന്നവരുണ്ട്, മറ്റുള്ള നാട്ടുകാരെ കുറ്റം പറയുന്നവരുണ്ട്, വിശ്വാസികളൊക്കെ ഒരു കൂട്ടുകാരെ കുറ്റം പറയുന്നവർ. വീട്ടിനകത്തിരുന്ന് പലരെയും കുറ്റം പറയുമ്പോൾ അത് കേട്ട് വളരുന്ന പിള്ളേരും റിബല്യസ് മെന്റാലിറ്റി ഉള്ളവരായി മാറും. അവരും ആരെയും മൈൻഡ് ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. പല ചില ഭവനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ
നമ്മൾ പാഷന്മാരവിടെ കയറി ചെല്ലുമ്പോൾ ഒരു മൈൻഡ് കാണത്തില്ല പിള്ളേർക്ക്. പിള്ളേർ വളരെ പുച്ഛമായി അത് ഒരു വഴി പോകും. അപ്പോഴേ അറിയാം അപ്പനും അമ്മയ്ക്കും ദൈവദാസന്മാരും പുച്ഛമാണ്. അതിന്റെ അനുഭവമാണ് പിള്ളേരും കാണിക്കുന്നത്. കാരണം വീട്ടിനകത്തിരുന്ന സകല ഭാഷന്മാരെ അപവാദം പറയുന്ന കുറ്റം പറയുമ്പോൾ അവന്റെ തലമുറയും ശാപം പിടിക്കാൻ വേണ്ടി തലമുറകൾക്കും ഭാഷന്മാരെ കാണുമ്പോൾ ഒരു പുച്ഛമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മളെ വീടാണ് ഒരു ഭവനം, കുടുംബം. ദൈവം സൃഷ്ടിച്ചത് കുടുംബമാണ്. കുടുംബത്തിനകത്ത് ഇമ്പം ഉണ്ടാകണം, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണം. അവിടെ ഭാര്യ ഭർത്താക്കന്മാരെ യഹോവ ഭക്തനായ ഒരു പുരുഷനായിരിക്കണം. അവന്റെ ഭാര്യ മുന്തിരിവള്ളിയായിരിക്കണം. അവന്റെ മക്കൾ ഒലിവുതൈകളായി മാറണം. പക്ഷേ അതിനകത്ത് എന്ത് സംഭവിക്കണം? കയ്പിന്റെ വേരുകൾ മുളയ്ക്കരുത്, മാലിന്യം ഉണ്ടാകരുത്. ആ വീടൊരു ശവക്കുഴിയാകരുത്, വ്യക്തികൾ ഒരു ശവപ്പറമ്പാവരുത്, കുടുംബജീവിതങ്ങൾ ശവക്കൂനകളായി മാറരുത്. മാതാപിതാക്കൾ മാതൃകയുള്ളവരായി മാറണം. അവരുടെ കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി അവർ വില കൊടുക്കണം. അവർ ദൈവത്തെ ഭയപ്പെടണം. ദൈവവചനം അവരുടെ അകത്ത് കയറണം. പ്രൈസ് ദി ലോർഡ്. ഞാനിത് വായിക്കാൻ 2 കൊരിന്ത്യർ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ദൈവത്തിന്റെ അഭിഷിക്തനായ പൗലോസ് വിളിച്ചു പറയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. കോട്ടകളെ ഇടിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ള അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും അതായത് ആത്മീക ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ നടക്കും. അപ്പോൾ നമ്മള് ഈ ലോകത്തിൽ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജഡം നമ്മുടെ അകത്തുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്. പക്ഷേ നമുക്ക് ഈ ജഡത്തിനോടല്ല, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന സങ്കല്പങ്ങളുടെ കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ദൈവശക്തി നമ്മുടെ അകത്തുണ്ടാകണം. അതാണ് വചനം എന്ന് പറയുന്നത്. വായിച്ചോ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്, ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന കൽപ്പനകൾക്കും ദൈവത്തിന്റെ ഡിസിപ്ലിനും ദൈവത്തിൻ്റെതായ ദൈവരാജ്യത്തിന് എങ്ങനെ അകത്ത് ജീവിക്കണമെന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ലൈഫില്, ക്രിസ്ത്യൻ ലൈഫില്. ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി വചനം പറയുകയാണ്. അവന്റെ നടപ്പ് സൂക്ഷിക്കുക. അതാണ് 1-ാമത്തെ സങ്കീർത്തനം തന്നെ വായിക്കുമ്പോൾ അതിനകത്ത് 1-ാമത്തെ വാക്യം തന്നെ പറയുന്നതാണ്, ദുഷ്ടന്മാരുടെ ആലോചന നീ കേൾക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, പണ്ട് 2 ആടുകളെ തമ്മിൽ അടുപ്പിച്ചിട്ട് ഇടയ്ക്ക് നിന്ന് രക്തം കുടിച്ച കുറുക്കന്റെ സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. പലരും നമ്മുടെ ലൈഫില് നമ്മൾ ആലോചന ചോദിക്കാൻ പോകുന്ന വീണ്ടും പ്രശ്നത്തിനകത്ത് തീ കോരി ഇടുന്നവന്റെ അടുക്കലും പ്രശ്നങ്ങൾ വീണ്ടും വർദ്ധിപ്പിക്കുന്നവന്റെ അടുക്കലും എന്തെങ്കിലും ഒരു സഭയ്ക്കകത്ത് ഒരു വിഷയം ഉണ്ടായാൽ ആ വിഷയം ചെന്ന് ഹല്ലേലൂയ ഒരാളിനോട് പറയുമ്പോൾ അവൻ പറയാണ്, ഈ സഭ അങ്ങ് വിട്ടുപോ, എന്തിനാ ഇവിടെ പിടിച്ച് കിടക്കുന്നത്, നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ എന്ന് പറയുന്നവന്റെ അടുക്കലല്ല ആലോചന പറയേണ്ടത്, നമ്മുടെ പ്രശ്നം പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ ഒരു വിഷയമുണ്ടായാൽ ആ വിഷയം ചെന്ന് പറയേണ്ടത് കുറുക്കന്മാരുടെ അടുക്കലല്ല. ആലോചന പറഞ്ഞ് പരസ്പരം അടുപ്പിക്കുന്ന, ഭിന്നിപ്പിക്കുന്ന, കലഹമുണ്ടാക്കുന്ന, സഭ വിട്ട് മാറാൻ പറയുന്ന ആൾക്കാരുടെ ഇടയിലല്ല നമ്മൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനു പകരം കുറുക്കന്മാരുടെ ഇടയിലല്ല നമ്മൾ പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. തമ്മിൽ അടുപ്പിക്കുന്നവരുടെ ഇടയിലല്ല ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ പോകേണ്ടത്. ഹല്ലേലൂയ. വായിച്ചോ. എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ നമ്മുടെ പരിജ്ഞാനങ്ങൾക്ക് വിരോധമായി പോകുന്നല്ലേ. ആദ്യം വായിച്ചേ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ്. അകത്ത് കിടക്കുന്ന ഉയർച്ച നമ്മൾ പൊങ്ങി വരും. നമുക്ക് എന്തെങ്കിലും കൃപയോ അഭിഷേകമോ അത്ഭുതമൊക്കെ വരുമ്പോൾ നമ്മളെ പിശാചകത്ത് വന്നിട്ട് പലവിധത്തിലുള്ള മത്സരിക്കാനുള്ള ചിന്തകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകം നഷ്ടപ്പെട്ടവർ തമ്മിൽ ഫോൺ വിളിച്ച്, പിന്മാറ്റക്കാർ തമ്മിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിസം ഉണ്ടാകുക. സഭയ്ക്കകത്താണെങ്കിലും എവിടെയാണെങ്കിലും ഗ്രൂപ്പിസം ഉണ്ടാക്കുക, കലഹമുണ്ടാക്കുക, ഭിന്നത ഉണ്ടാക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കുക, ഇത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി നമ്മളിൽ വ്യാപരിക്കുന്ന ചില ശക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മള് ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനം പറയുന്നൊരു സ്റ്റാൻഡേർഡ് ലൈഫുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവരാജ്യം എന്ന് പറയുന്നത് തിന്നുകയും കുടിക്കുകയുമല്ല, സമാധാനം, സന്തോഷമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന വ്യക്തികളുമായി നമ്മൾ കൂടരുത്. നമ്മുടെ സമാധാനത്തെയും നമ്മുടെ സന്തോഷത്തെയും കളയുന്ന വ്യക്തികളെ നമ്മൾ വീട്ടിനകത്ത് കയറ്റരുത്. നമ്മുടെ കുടുംബജീവിതം തകർക്കുന്ന വ്യക്തികൾ നമ്മുടെ കുടുംബത്തിനകത്ത് കയറരുത്. നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനെ തകർക്കുന്നവനല്ല നമ്മുടെ കൂട്ടുകാരൻ.
പ്രൈസ് ദി ലോർഡ്. നമ്മൾ പോകുന്ന ആലയത്തിനകത്ത് ഇനി നീ അവിടെ പോണ്ട, വേറെ ആലയത്തിൽ പോ, അല്ലെങ്കിൽ അവിടെ പോണ്ട, നിന്റെ വീട്ടിൽ തന്നെ ഒന്ന് ആരാധന തുടങ്ങിക്കോ എന്ന് പറയുന്നവനല്ല നമ്മുടെ കൂട്ടുകാരൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളോട് പറയുന്ന കൽപ്പനകൾക്ക് വിരോധമായി, അല്ലെങ്കിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ജീവിത ശൈലിയുണ്ട് ക്രിസ്ത്യ ജീവിതത്തില്. താഴ്മയോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, ആ കൂട്ടായ്മ ബന്ധങ്ങള്. ഒരു ഭവനത്തിന് നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ആ പെട്ടകത്തിനകത്ത് നോക്കിയേ, നോഹയുടെ പെട്ടകം. ആ നോഹയുടെ പെട്ടകത്തിനകത്ത് നോഹയും കുടുംബവും മാത്രമല്ല കർത്താവ് കയറ്റിയത്, അതിനകത്ത് സകല മൃഗങ്ങളും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നോഹയുടെ പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ച് കർത്താവ് ഈ പെട്ടകം തുറന്നപ്പോൾ യഥാർത്ഥത്തില് ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തായിരിക്കും സ്ഥിതി? അവിടെ ആ പെട്ടകം നിറച്ച അസ്ഥികൂടങ്ങളായിരുന്നേ. ഹല്ലേലൂയ. കാരണം സിംഹമുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, കുറുക്കനുണ്ട്, സകല വിധത്തിലുള്ള മൃഗങ്ങളും അതിനകത്തുണ്ട്. ആകെ മനുഷ്യന് ഈ ഒരൊറ്റ കുടുംബമേ ഉള്ളൂ. ഈ കുടുംബങ്ങൾക്ക് ഇതെല്ലാം കൂടെ പെട്ടകത്തിനകത്ത് ദൈവം കയറ്റി അടച്ച് വാതിലടച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നത്തേതിൽ ഈ പെട്ടകം തുറന്നപ്പോൾ മൃഗങ്ങളുടെ സ്വഭാവം അത് കാണിച്ചിരുന്നെങ്കിൽ അതിനകത്ത് മുഴുവൻ ഒരു കൂമ്പാരമായനെ, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു പെട്ടകമായി അത് മാറേണ്ടതായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ആ മൃഗങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി. ഒരു സഭ എന്ന് പറഞ്ഞാൽ ഒരു പെട്ടകമാണ്, രക്ഷയുടെ പെട്ടകമാണ് ദൈവസഭ, രക്ഷയുടെ പെട്ടകമാണ്. യേശുക്രിസ്തുവിനകത്ത് നമ്മൾ കയറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് മൃഗങ്ങളുടെ സ്വഭാവമല്ല, വിവേകം നഷ്ടപ്പെട്ടവരായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കേണ്ടത് ഫ്രീ വില്ല് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ അകത്ത് കയ്പിന്റെ വേര് മുളയ്ക്കരുത്, പരിജ്ഞാനമില്ലാതെ ജീവിക്കരുത്, വിവേകമില്ലാതെ ജീവിക്കരുത്. പഴയ മനുഷ്യനെ നമ്മൾ കുഴിച്ചിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതും പുറത്തതും. നമ്മുടെ എല്ലാ മനുഷ്യന്റെയും പ്രത്യേകത, വേറൊരു പ്രത്യേകത എന്താണ്? ഹൃദയത്തിന്റെ സങ്കല്പത്തിന്റെ കോട്ടകള്. പഴയ കാര്യങ്ങളെ നമ്മൾ രസിക്കുക. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. ചില ആൾക്കാർ ഗുണ്ടകളായിരുന്നു, മാനസാന്തരപ്പെട്ട് വരും. യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കൊണ്ട് സ്നാനപ്പെട്ട് അവര് ഒരു പുതിയ ജീവിതം, നല്ലൊരു ഒരു ആടായി, ഒരു കുഞ്ഞാടായി മാറുമ്പോൾ പഴയ ആ സ്വഭാവം വെളിയിൽ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചില വ്യക്തികളെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇവർ പറയും, ഞാനിപ്പോ ആണത്തമില്ലാത്തവനായി, ഞാൻ ഇപ്പൊ ശിഖണ്ഡിയായി പോയോ എന്ന് പറഞ്ഞ് പണ്ടത്തെ ഗുണ്ടയാകാൻ അവൻ ആഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അവൻ പറയും, ഞാൻ പണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു മതിയായിരുന്നു. എന്റെ പണ്ടത്തെ സ്വഭാവം ഞാൻ ആരാണെന്ന് അറിയാമോ? ചില ആൾക്കാർ അന്നും ഇന്നും പറയും, ഞാൻ ഇന്ന ആളായിരുന്നു, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന ആളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ആർക്കും കീഴ്പ്പെടേണ്ട കാര്യമില്ല. ഞാൻ ആരുടെയും മുമ്പിൽ ഇങ്ങനെ നിൽക്കത്തില്ല. ഞാൻ ആർക്കും കീഴ്പ്പെടത്തില്ല. എന്നെ ആർക്കും കീഴ്പ്പെടുത്താന്ന് നോക്കണ്ട. ഞാൻ ആർക്കും കീഴ്പ്പെടുകയില്ല എന്നൊക്കെ വെല്ലുവിളിക്കുന്ന മാനുഷിക രോഗികളും വിഡ്ഢികളുമായ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. കാരണം അവര് ദൈവരാജ്യത്തിന്റെ ഇതല്ല പറയുന്നത്. അവരുടെ രാജ്യം പണിയുന്നവരാണ്. അവരുടെ അകത്തൊരു രാജ്യമുണ്ട്. അവർ തന്നെ പണിഞ്ഞു വെച്ചിരിക്കുന്ന രാജ്യമുണ്ട്. ഞാനെന്നൊരു രാജ്യം, അവൻ തന്നെ ഒരു ബാബേൽ ഗോപുരം അവന്റെ അകത്ത് പണിതിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗോപുരമുണ്ട്, ചിന്തകളുണ്ട്, കോട്ടകളുണ്ട്. അവിടെ നമ്മൾ തന്നെയാണ് രാജാവ്. ആ രാജാവായി നമ്മൾ പറയും, ഞാൻ ആർക്കും കീഴ്പ്പെടുകയില്ല, ഞാൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, ഞാൻ എന്നെ ആരും നന്നാക്കാന്ന് നോക്കണ്ട, ഞാൻ എന്റെ ഇഷ്ടത്തിനെ നിൽക്കത്തുള്ളൂ, ഞാൻ എന്റെ ഇഷ്ടത്തിനെ ഞാൻ ജീവിക്കത്തുള്ളൂ, അത് എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുന്നവരെ കാണുമ്പോൾ വിചാരിക്കുക, അവൻ സ്വന്തമായി ഒരു ബാബേൽ ഗോപുരം പണിത് അവൻ അതിനകത്ത് രാജാവായി വാഴുകയാണ്. അവന്റെ അകത്ത് യേശു എന്ന രാജാവില്ല, അവൻ തന്നെയാണ് രാജാവ്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി മനുഷ്യനുണ്ടാക്കുന്നത്. പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല, പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല. വചനം പറയുന്നു, നീ പഴയത് മാറി പുതിയതായി. പിന്നെ വചനം പറയുകയാണ്, നീ ഇപ്പോൾ മരിച്ചു, നിന്നെ ജീവിക്കുന്നത് നീയല്ല, ഇനി ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. വചനം പറയുന്നു, നീ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കാത്തത്? എന്തുകൊണ്ട് മരിച്ചവർ എഴുന്നേൽക്കുന്നില്ല? എന്തുകൊണ്ട് രോഗികൾ സൗഖ്യമാകുന്നില്ല? ഒരു ഈച്ച പോലും സൗഖ്യമാകുന്നില്ല? എന്തുകൊണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് മാറ്റം വരുന്നില്ല? ഇവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവ് നമ്മളാ. നമ്മളെ ഭരിക്കുന്നത് നമ്മളാ. നമ്മളെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. നമ്മളെ ഭരിക്കുന്നത് യേശു എന്ന രാജാവല്ല. നമ്മൾ ഈ ലോകത്തൊരു സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന സ്വയം ഭൂവായ രാജാക്കന്മാരായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പാടും, രാജാവേ, പാട്ടുണ്ടല്ലോ, യേശുവേ വന്നു വാഴണമേ, അല്ലേ? ഒരു പാട്ടുണ്ടല്ലോ, യേശുവേ വന്ന് വാഴണമേ, ഞാനല്ല ഇനി നീയല്ലോ എന്ന് നമ്മൾ പാടുന്ന ആ പാട്ടൊക്കെ പാടാൻ കൊള്ളാം. പക്ഷേ കർത്താവ് എത്രയോ വർഷങ്ങളായിട്ട് വെളിയിൽ നിൽക്കുകയാണ് കാത്ത്.
മോനെ പാട്ട് കൊള്ളാം, പക്ഷെ എന്നെ ഒന്ന് അകത്തോട്ട് കയറാൻ ഞാനൊന്ന് വാഴട്ടെ. എവിടെ വാഴാൻ? ഞാനിവിടെ ബാബേൽ ഗോപുരവും പണിത് സ്വയം ഭൂവായി രാജാവായി ഞാൻ പറയുന്നതാണ് ശരി. എനിക്ക് 2 കൊമ്പുണ്ട്, പ്രത്യേക കൊമ്പുകളൊക്കെ ഉണ്ടാക്കി വലിയ സംഭവമായി നമ്മൾ നടക്കുമ്പോൾ യേശു നമ്മുടെ അകത്ത് എങ്ങനെ വാഴും? രാജാവായി യേശു വാഴാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്ന് ഈ ദൈവരാജ്യത്തിന് വിരോധമായി ഉയർന്നു പോകുന്ന പരിജ്ഞാനത്തിന് വിരോധമായി, ദൈവരാജ്യത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സകല കോട്ടകളെയും ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരങ്ങളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് പിടിച്ചടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പഴയതും പറഞ്ഞ് പണ്ടത്തെ കാര്യങ്ങൾ, പണ്ടത്തെ ജീവിതങ്ങൾ നമ്മളിപ്പോഴും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ജീവിക്കുക. കുഞ്ഞുനാളിലെ ജീവിതങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. ഇനി ഒന്നും കൂടെ അങ്ങ് കുഞ്ഞായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സഹോദരിമാരെ വിവാഹം കഴിഞ്ഞാലും വർഷങ്ങൾക്ക് മുമ്പ്, വിവാഹത്തിന് മുമ്പ് അപ്പനും അമ്മയും സഹോദരങ്ങളോടെ ജീവിച്ച അതിനകത്ത് കിടക്കുകയാണ്, അവരുടെ വീട്ടിനകത്ത് കിടക്കും. അതാണ് വചനം പറയുന്നത്. പിന്നെ സങ്കീർത്തനം 45:10 പറയുകയാണ്, അല്ലയോ കുമാരി കേൾക്കുക, ചെവി ചായ്ക്കുക, നിന്റെ പിതൃപാരമ്പര്യങ്ങളെ വിട്ടുവരിക എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പനെയും അമ്മയും സഹോദരൻ, ചില വിവാഹം കഴിഞ്ഞുകൊണ്ട് ഒരു അപ്പനും അമ്മയും സഹോദരങ്ങളുടെയും നടുവിലായി ഇപ്പോഴും അവരെ മനസ്സുകൊണ്ട് അവരവിടെ കിടക്കുക. ഇവിടെ വന്ന് പുതിയ വീട്ടിൽ വന്നിട്ട് പുതിയ അമ്മാവി അമ്മയായിട്ട് കണ്ട് ഒരു രാക്ഷസിയായിട്ട് കണ്ടിരിക്കുക. അമ്മാവി അമ്മയായിട്ട് കാണാൻ ഇവർക്ക് സാധിക്കുന്നില്ല, ഭർത്താവിനെ ഭർത്താവായി കാണുവാൻ സാധിക്കുന്നില്ല. ചില ആൾക്കാര് കല്യാണം കഴിഞ്ഞ് ഭാര്യ കൊണ്ടുവരും, പക്ഷേ ഇപ്പോഴും അവന്റെ അമ്മയും സഹോദരങ്ങളാണ് വലുത്, ഭാര്യ വലുതല്ല. ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഭർത്താക്കന്മാർക്ക്. അവന്റെ അമ്മ പറയണതേ കേൾക്കത്തുള്ളൂ, ഭാര്യയ്ക്ക് ഒരു വിലയില്ല. അവന്റെ മനസ്സുകൊണ്ട് അവൻ മാനസാന്തരപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ചില ആൾക്കാർ പണ്ടത്തെ കാമുകനെ ആലോചിച്ച് നടക്കുന്നവരുണ്ട്. കാമുകനാകാൻ പറ്റാത്തതുകൊണ്ട് പാവപ്പെട്ട ഭർത്താക്കന്മാര് കല്യാണം കഴിച്ചിട്ട് അവന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുക. അവളുടെ മനസ്സിപ്പോഴും കാമുകന്റെ അകത്ത് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ തുടങ്ങി പഴയ കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ തളച്ചിടുമ്പോൾ നമ്മൾ രക്ഷ എന്ന് പറയുന്നതിൽ എന്തർത്ഥം? രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞതിൽ എന്തർത്ഥം? പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ കാര്യങ്ങളിൽ രസിക്കുന്നു, പണ്ടത്തെ കാര്യങ്ങൾ കിട്ടാത്ത പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നു, ദുഃഖിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ രക്ഷിക്കപ്പെട്ടു. ആരോട് നമ്മൾ പറയും നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ സ്നാനപ്പെട്ടതാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്. പക്ഷേ മനസ്സ് കിടക്കുന്നത് എവിടെയാണ്? ഹൃദയം എവിടെയാണ് കിടക്കുന്നത്? പഴയ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ ആ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി കർത്താവ് കടലിൽ കളഞ്ഞതായ ഛർദ്ദിച്ചതായ കാര്യങ്ങളെ വീണ്ടും തിരിഞ്ഞു നോക്കി നടക്കുന്ന ആൾക്കാരെന്ന് വചനം ഇബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിന് മാത്രമേ നിങ്ങൾ വീണ്ടും നായെ പോലെ പഴയതിൽ കിടക്കുകയാണ്. പഴയ പാരമ്പര്യങ്ങളിൽ, പഴയ ജാതി സ്പിരിറ്റിൽ, ജാതി സ്വഭാവങ്ങളിൽ, പഴയ കുടുംബ മഹിമകളിൽ, ഹല്ലേലൂയ, തൊട്ട് നോക്കുമ്പോൾ അറിയാം അവരുടെ പഴയ സ്വഭാവം വെളിവരും, അവരുടെ ആ ജാതി സ്വഭാവം വെളിവരും. പ്രൈസ് ദി ലോർഡ്. ഒരു സഭയിൽ വന്നു കഴിഞ്ഞാൽ അവനവന്റെ ജാതിക്കാരെ കാണുമ്പോൾ ഒരു ആകർഷണം. കാരണം രൂപാന്തരപ്പെട്ടിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവനവന്റെ ആൾക്കാരെ കാണുമ്പോൾ ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന സ്വഭാവം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന ദൈവജനങ്ങളെ നമ്മൾ ഗ്രൂപ്പിസം ഉണ്ടാക്കാനല്ല സഭയ്ക്കകത്ത് വന്നത്. അവനവന്റെ ആൾക്കാരെ കണ്ട് ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന ജാതികളാണ്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട ജനം അങ്ങനെ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഗ്രൂപ്പായി ഒരു കൂട്ടം പേരെ തന്റെ കൂടെ ചേർത്ത് നിർത്തി മറ്റ് അധികാരങ്ങളോട് മത്സരിക്കുന്ന കോരകപുത്രന്മാരാവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. പദവികൾക്ക് വേണ്ടി അടികൂടുന്നവർ, ഞാൻ ഇന്ന സ്ഥലം, എനിക്ക് മാസ്റ്റർ ഇന്ന സ്ഥാനം തന്നിട്ടുണ്ട്, ആ സ്ഥാനത്തിൽ നിന്ന് അങ്ങനെ എന്നെ മാറ്റിയാൽ പിന്നെ ഞാൻ സഭയിൽ വരത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അവൻ മാനസാന്തരപ്പെട്ടവനല്ല, അവൻ ജാതീകനാണ്. അവനെ വെട്ടി ദൂരെ കളയേണ്ട സമയം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അവൻ സ്ഥാനമാനത്തിന് വേണ്ടി അവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ഏതെങ്കിലും ക്ഷേത്രത്തിലെ കമ്മിറ്റി മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പിന്നെ പള്ളിയിലെ പണ്ടത്തെ പള്ളിക്കകത്തുള്ള കമ്മിറ്റി. ആ സ്വഭാവം ഇന്നുവരെ മാറിയിട്ടില്ല. അവൻ സ്ഥാനമാനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മാനസാന്തരമില്ല. ആ കയ്പിന്റെ വേരുകളുമായിട്ട് പഴയ മനുഷ്യൻ മരിക്കാതെ, പഴയതിനെ ഉരിഞ്ഞു കളയാതെ, പ്രൈസ് ദി ലോർഡ്, ആ പഴയ ബീജിനകത്ത് ഒരിക്കലും പുതിയ തുരുത്തി പകരത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്ര. കർത്താവായ യേശുക്രിസ്തു കാനാവിലെ കല്യാണ നാൾ ഭവനത്തിൽ വന്നപ്പോൾ ആ ബീജ് കടന്ന അതേ ഭരണിയിലല്ല വളർന്നത്,
വെളിയിൽ കടന്ന പുതിനെയാണ് എടുത്ത് ഹല്ലേലൂയ സ്തോത്രം പകർന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, നമ്മള് ഹല്ലേലൂയ സ്തോത്രം പഴയ തുരുത്തികളായിരിക്കുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ പഴയ തുരുത്തികളിൽ നിന്ന് പുതിയതിലേക്ക് മാറാൻ സമയമായി. നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താൻ സമയമായി. അതിനകത്ത് പുതിയ അഭിഷേകവും പുതിയ എണ്ണയും പകരുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. നമ്മൾ പഴയ കെട്ടുപാടുകളിൽ കിടക്കുന്നത് ഇതൊരു ഭയങ്കര ഡേഞ്ചറാണ്. ഇത് പിശാചിന്റെ വലിയ പ്ലാനാണ്, പദ്ധതിയാണ്. എത്രയോ 20 വർഷവും 25 വർഷവും 30 വർഷവും പഴക്കമുള്ള രക്ഷയെ കുറിച്ച് ഞാൻ എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട് എന്ന് ചോദിക്കുമ്പോൾ എത്രയോ വർഷത്തിന്റെ കണക്ക് നമ്മൾ പറയും. ഞങ്ങള് 4-5 തലമുറയായി ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവരുണ്ട്. 4-5 തലമുറയായി പെന്തക്കോസ് പാരമ്പര്യം പറയുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം കിടക്കുന്നത് പഴയതില്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കാത്തത്? പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്, പേരുകൊണ്ട് പലതും നമ്മളാണ്, പൊസിഷനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒരു സീക്രട്ടാണ്, ഇത് രഹസ്യമാണ്. കർത്താവ് അതിന്റെ വചനം ഏറ്റവും വലിയ ഒരു വചനം പറയുന്നത്, നിന്റെ ഹൃദയം പുതുക്കി രൂപാന്തരപ്പെടുക. റിന്യൂ യുവർ ഹാർട്ട്, മൈൻഡ്, റിന്യൂ യുവർ മൈൻഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിനകത്ത് അതിന്റെ 3-4 വാക്യങ്ങൾ പറയുകയാണ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക ഏറ്റവും വലിയത്. റിന്യൂ യുവർ മൈൻഡ്. നിന്റെ ഹൃദയം ക്രിസ്തുവിന്റെ മനസ്സായി മാറുക, യേശു ക്രിസ്തുവിന്റെ മനസ്സലിവുള്ളവനായി മാറുക, യേശുവിനെ പോലെ ഫൊർഗീവ് ചെയ്യാൻ സാധിക്കുക. റിന്യൂ യുവർ മൈൻഡ്. സ്തോത്രം. യേശുവിനെ പോലെ താഴ്മ ധരിക്കുവാൻ, യേശുവിനെ പോലെ ആ സഹോദരങ്ങൾ സ്വന്തം കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ആർക്കും ചെയ്യാൻ സാധിക്കും. യൂദയുടെ കാല് കഴുകി. ഹല്ലേലൂയ. പത്രോസിന്റെ കാല് കഴുകി. 2 പേരും ഒറ്റ കൊടുക്കാൻ പോകുന്നവരാണ്. പത്രോസ് പറഞ്ഞു, അയ്യോ എന്റെ അമിതമായ ഭക്തി കാണിക്കുന്നവരാ. അമിത ഭക്തിയും അമിത താഴ്മയും ഒക്കെ ഭക്തി ഒക്കെ കാണിച്ച ആര്? പത്രോസ്. അയ്യോ എന്റെ കാല് കഴുകരുതേ. കർത്താവ് പറഞ്ഞു, നിന്റെ കാലം കഴിയില്ലെങ്കിൽ എനിക്ക് നിനക്ക് എന്നോട് ഓർമ്മയില്ല. ഉടനെ തന്നെ പത്രോസ് പറഞ്ഞു, എന്റെ കൈയും കാലും മുഖവും എല്ലാം കഴുകണേ. പക്ഷെ അവനും അടുത്ത സ്ത്രീയുടെ മുമ്പിൽ തള്ളി പറയുകയാണ്. യൂദയും കാല് കഴുകി. പക്ഷേ കർത്താവിനറിയാം കാല് കഴുകുമ്പോഴും ഇവരെയൊക്കെ സ്വഭാവങ്ങൾ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ യേശുവിന്റെ കൂടെ നടക്കുന്ന ഈ പത്രോസിനെ പോലെ യൂദയെ പോലെ ആകരുത്. ഹല്ലേലൂയ. യൂദയുടെ ലേഖനം നോക്കുമ്പോൾ അവിടെ പറയുന്നത് കോരകപുത്രന്മാരെ പോലെ ആകരുത്. ബിലയാമിന്റെ വഴിയിൽ നടക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ബിലയാമിനെ പോലെ ആകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂലി മോഹിച്ചിട്ട് യേശുവിനെ പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പൊസിഷന് വേണ്ടി, ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി യേശുവിനെ തള്ളിപ്പറയുന്നവരായി നമ്മൾ മാറരുത്. പ്രൈസ് ദി ലോർഡ്. കോരകപുത്രന്മാരെ പോലെ മത്സരികളായി നമ്മൾ മാറരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പല വഴികൾ നമ്മൾ വിട്ടുപോകരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വഴികൾ നമ്മൾ വിട്ടുപോകരുത്. ദൈവരാജ്യത്തിനകത്ത് മടങ്ങി വരേണ്ട ഒരു സീസണാണത്. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവരാജ്യത്തിനകത്ത് കയറുകയില്ല, യേശുവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. കയ്പിന്റെ വേര് മുളയ്ക്കാതിരിക്കണം. നമ്മൾ ശവക്കുഴികളാണ് ഇപ്പോൾ. പലരുടെയും ഹൃദയം ശവക്കുഴിക്ക് തുല്യമാണ്. പലരുടെയും മനസ്സ്, ഹൃദയം, മൈൻഡ് ശവക്കുഴിക്ക് തുല്യമാണ്. അത് നാറ്റം വെച്ചിരിക്കുന്നു, അത് ദുർഗന്ധപൂർണമായിരിക്കുന്നു, അത് ജാതികളെക്കാൾ കേവലമായിരിക്കുന്നു. ജാതികൾ പോലും ചെയ്യാത്തതും പറയാത്തതും പ്രവർത്തിക്കാത്തതും ദൈവമക്കളുടെ വായിൽ നിന്നും ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. വെള്ള തേച്ച ശവക്കല്ലറകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. വെളിമയെ നമ്മൾ വിശുദ്ധം, വെളിമയെ വെള്ള ഷർട്ടും കറുത്ത പാന്റും മീശ എടുത്തത് കൊണ്ട് വെള്ള തേച്ച ശവക്കല്ലറകളായി ഹൃദയം മുഴുവനും സഹോദരങ്ങളോടുള്ള വെറുപ്പ്, ഹല്ലേലൂയ, മത്സരങ്ങൾ, ആഭിചാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, ഇലക്ഷനുകൾ, ഹല്ലേലൂയ സ്തോത്രം, പണം കൊടുത്ത് കൂടെ ആളിനെ നിർത്തുന്നത്, ഗുണ്ടായുസങ്ങൾ, റൗഡി പീസുകൾ, ആത്മീക ലോകത്ത് നമ്മൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, വെറുപ്പും വിരോധവും വിദ്വേഷവും ജാതികളെ പോലെ സംഘടനകൾക്കകത്ത് നിന്ന് നമ്മൾ കാണിച്ചത് ഇന്ന് പെന്തക്കോസ്ത് ഗോളത്തിനകത്ത് വന്നിട്ട് നമ്മൾ അതേ മനുഷ്യരായി ജാതികളെക്കാൾ കഴിപ്പണം കെട്ടവരായി നിഗളികളും അഹങ്കാരികളുമായി നമ്മൾ ജീവിക്കുകയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ ആ ശവക്കുഴികൾ, അതാണ് മരിച്ചു കിടക്കുന്ന അവസ്ഥ. ഒരു മനുഷ്യൻ മരിച്ചാൽ അവരെന്ന് എഴുന്നേറ്റ് വരുന്നാൽ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരായി. പ്രൈസ് ദി ലോർഡ്. കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കെ മരിച്ചവൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പക്ഷേ ആ മണവാട്ടി സഭയ്ക്ക് ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നു, നിർജീവമായിരിക്കുന്നു.
സ്വാർത്ഥരായിരിക്കുന്നു, സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു, കൂട്ടായ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. തൻ കാര്യം നോക്കുന്നു, തന്റെ സ്വന്തം നിലനിൽപ്പ് നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരേണ്ട ഒരു വലിയ സമയമായിരിക്കുകയാണ് സഹോദരങ്ങളെ. ഒരു വലിയ മരിച്ചവരിൽ നിന്ന് നമ്മൾ എഴുന്നേക്കണം. ഉറങ്ങുന്നവരെ നിങ്ങൾ ആരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരിക എന്ന് വചനം പറയുന്നു. നിങ്ങൾ മരിച്ചവരെ പോലെ ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ട് ഇന്ന് നമ്മൾ ഉണർവില്ലാതെ മരിച്ചവരായി നമ്മൾ ജീവിക്കുകയാണ്. ശവക്കുഴികളായി നമ്മൾ മാറിയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ മടങ്ങി വന്നാൽ, മനസ്സ് പുതുക്കാൻ നമ്മൾ തയ്യാറായാൽ, നമ്മളെ സ്വയം ശോധന ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ, നമ്മൾ എവിടെ നിൽക്കുന്നു, എന്ത് പറയുന്നു, എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ ശോധന ചെയ്യാൻ തയ്യാറായാൽ, നമുക്കൊരു മടങ്ങി വരവ് തരുവാൻ, നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ, നമുക്ക് മാനസാന്തരം വരുത്തുവാൻ, നമ്മളെ മുറിവുകളെ സൗഖ്യമാക്കുവാൻ, നമ്മളെ പഴുത്തളിഞ്ഞിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ. ഒരു ക്യാൻസർ രോഗങ്ങളെ പോലെയാണത്. പകയും വിരോധവും വൈരാഗ്യവും സ്പർദ്ധകളും അഹങ്കാരവും നികളവും അത് ക്യാൻസർ പോലെയാണ്. അത് വെച്ചുകൊണ്ടിരുന്നാൽ, അത് ആരംഭത്തിൽ കാണുമ്പോഴേ അത് വെട്ടിമാറ്റാൻ നമ്മൾ തയ്യാറാകണം. അതിനെ എടുത്തുകളയാൻ നമ്മൾ തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റബേൺ മൈൻഡുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായി നമ്മൾ മാറും. നമ്മൾ ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല. നമ്മൾ സ്വയം നീതീകരിക്കും. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കും, സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതിന് പകരം നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും ക്ഷമ ചോദിക്കാൻ ഒരു മനസ്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്നേഹം, വിശ്വാസം, പ്രത്യാശ, ഇതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ, സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ പ്രത്യാശ നഷ്ടപ്പെടും. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ വിശ്വാസം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിനകത്ത് മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരേണ്ട സമയമായിരിക്കുകയാണ് സഭ, ദൈവരാജ്യം, ദൈവസഭ, ദൈവജനം. മടങ്ങിവരവിന്റെ വെള്ളതേച്ച ശവക്കല്ലറകളായി കിണ്ടികിണ്ണങ്ങളുടെ വെടുപ്പ് നോക്കുന്നവരായി മാറാതെ, പുറമേ ഉള്ള പലതും കാണിച്ച് ക്ഷോമേച്ച് കാണിച്ച് നടക്കാതെ, ആ ഹൃദയങ്ങളെ യേശുവിന്റെ വരവിന് വേണ്ടി നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കേണ്ട സമയമായിരിക്കുകയാണ്. മാനസാന്തരപ്പെടേണ്ട സമയമായിരിക്കുകയാണ്. സ്പർദ്ധകൾ മാറേണ്ട സമയമായിരിക്കുന്നു. ശത്രുതകൾ മാറേണ്ട സമയമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്തിൽ മടങ്ങി വരേണ്ട സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അസാധാരണമായ മഹത്വം ഈ ജനം അനുഭവിച്ചറിയട്ടെ. കർത്താവേ, ശുദ്ധീകരണം പ്രാപിക്കട്ടെ, ശുദ്ധീകരണം പ്രാപിക്കട്ടെ. കയ്പിന്റെ വേരുകൾ മുളച്ചിരിക്കുന്ന അവസ്ഥ മാറട്ടെ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സകല കോട്ടകളെയും പിടിച്ചടക്കാൻ ഉള്ള ദൈവശക്തി പ്രാപിക്കട്ടെ. പുതിയ മനുഷ്യനായി മാറട്ടെ. മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കുന്നവരായി മാറട്ടെ. ദൈവഹിതമില്ലാത്ത കൊമ്പുകളെല്ലാം വെട്ടി മാറ്റപ്പെടട്ടെ. ദൈവഹിതമില്ലാത്ത അകത്തളങ്ങളിൽ, ഹൃദയത്തിനകത്ത് വസിക്കേണ്ട ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന മ്ലേച്ഛതകളും പകയും വിരോധവും വൈരാഗ്യവും സ്പർദ്ധകളും ഉടഞ്ഞു മാറട്ടെ. വിശുദ്ധി വ്യാപരിക്കട്ടെ. നിർമ്മലമായൊരു ഹൃദയം, നിർവ്യാജ സ്നേഹമുള്ളവരായി മാറുവാൻ ദൈവസഭയെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തു അവസാനം തന്റെ തലയെ ആ സഭയോട് ചുമലിലേക്ക് ചായ്ച്ചതുപോലെ ശരീരമാകുന്ന സഭയിലേക്ക് കർത്താവിന്റെ ആ തല ചാഞ്ഞിരിക്കുകയാണ്. ആ ശരീരമാകുന്ന നമ്മളാണ് ആ ദൈവ രാജ്യത്തിന് യേശു കർത്താവിന്റെ തല ഉയർത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ തലയെ നമ്മൾ പത്രങ്ങളാണ്, യേശുവിന്റെ പത്രങ്ങളാണ് നമ്മൾ മാറണം. ദൈവസ്നേഹത്തിന്റെ പര്യായപദങ്ങളായി, ക്ഷമിക്കുന്നവന്റെയും പൊറുക്കുന്നവന്റെയും സ്നേഹിക്കുന്നതിന്റെയും ഒരു പര്യായ പദങ്ങളായി നമ്മൾ മാറണം. സ്നേഹത്തിന്റെ മനസ്സലിവിന്റെ ഒരു സാക്ഷികളായി നമ്മൾ മാറണം. അപ്പോഴാണ് ദൈവരാജ്യം വെളിപ്പെടും. പിന്നെ പ്രസംഗത്തിന്റെ ആവശ്യമില്ല, പ്രസംഗത്തിന്റെ ആവശ്യമില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസം എന്ന് വചനം പറയുന്നു. നിർവ്യാജ സ്നേഹത്തോടെ, സഹനശക്തിയോടെ പഴയതിലേക്ക് മടങ്ങിപ്പോകുന്നതിന് പകരം ഇന്ന് പ്രസന്റ് കണ്ടീഷനിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന ആരോഗ്യം, നമുക്ക് നൽകിയ ഭവനം, നമുക്ക് നൽകിയ നല്ല കുടുംബങ്ങൾ, നമുക്ക് നൽകിയ നല്ല തലമുറകൾ, നമുക്ക് നൽകിയ എല്ലാ സൗകര്യങ്ങളും കണ്ടിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇല്ലാത്തതിനെ ഓർത്തും തൃപ്തി, എത്ര സ്നേഹം കിട്ടിയിട്ടും എത്ര വാത്സല്യം കിട്ടിയിട്ടും നമ്മൾ യേശുവിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യന്റെ സ്നേഹത്തിന്റെ പുറകെ പോകുന്ന വ്യക്തികളെ നോക്കി ആത്മാവ് ഞാൻ പറയുകയാണ്, നിന്റെ ഭർത്താവിന്റെ സ്നേഹത്തിന്റെ പുറകെ അല്ല നീ പോകേണ്ടത്. നിന്റെ ഭാര്യയുടെ സ്നേഹത്തിന്റെ പുറകെ അല്ല നീ പോകേണ്ടത്. മനുഷ്യന്റെ സ്നേഹത്തിന്റെ പുറകെ അല്ല നീ പോകേണ്ടത്. യേശുവിന്റെ സ്നേഹത്തിന്റെ പുറകെ നീ പോയാൽ എല്ലാ മനുഷ്യരും നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും മാറുകയാണ്, റൂട്ട് മാറുകയാണ്. നമ്മൾ മനുഷ്യരുടെ സ്നേഹത്തിന്റെ പുറകെ, മനുഷ്യരുടെ സഹായത്തിന്റെ പുറകെ ഒക്കെ നമ്മൾ ഓടുമ്പോൾ
നമുക്ക് നിരാശയാണ് ഫലം, വേദനയാണ് ഫലം. അതിനു പകരം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിലേക്ക് നോക്കി നമ്മളെ ഓട്ടം സ്ഥിരമായി ഓടുവാൻ കർത്താവേ ഈ ജനത്തെ അങ്ങ് സഹായിക്കണമേ. ഇന്ന് കേട്ട വചനം ചിലരെ ശുദ്ധീകരിക്കട്ടെ, ചിലരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. ഇത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഹല്ലേലൂയ സ്തോത്രം 60ഉം 100ഉം മേനിയായി ഒരു വലിയ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി അനേകർ വരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ പ്രാപിച്ചതായ ദൈവശക്തിയോടും ദൈവത്തിന്റെ വചനത്തോടും കേട്ട് ഗ്രഹിച്ചതായ ദൈവിക വെളിപ്പാടുകളോടും സകല വിശുദ്ധന്മാരോടും കാലാവസാനത്തോളം ഉണ്ടാക്കപ്പെടുമാറാകട്ടെ. നമുക്കായി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ.